എനിക്ക് വിളിച്ചൊന്നുമില്ല ഉള്ളത് പറഞ്ഞിട്ട് പലരോട് ചെന്ന് ഉള്ളതിൽ ഒരു തവണ ഞാൻ ഉദാഹരണം പറയട്ടെ. എനിക്ക് മനസ്സിൽ തോന്നി എന്നെ ഉപദേശിച്ച മറ്റെല്ലാവരും ഒന്നും ഉപദേശം കേൾക്കുന്നതല്ല. കേൾക്കാൻ ഏറ്റവും നല്ലൊരു മനുഷ്യൻ എന്ന രീതി ദിവസം ട്രെയിൻ വെച്ച് പുള്ളി എന്നോട് അദ്ദേഹം ഞാനൊരു കേരള ശുദ്ധ ഇൻ്റർവ്യൂ ആണ്. കർണാടകന് ഭയങ്കര ബഹുമാനമാണ്. എനിക്ക് ഇപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹം. കർണാടക രൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് ഞാനൊരു ഇൻ്റർവ്യൂ ആണ്. ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ ആൻ്റണി ഏക്കാണ് അദ്ദേഹം ഓടി പോകുന്നു. ഞാൻ അദ്ദേഹത്തെ സ്തുതി ചെല്ലിച്ച് അപ്പുറം പോയിരുന്നു. അപ്പോൾ എൻ്റെ സീറ്റ് അടുത്ത് ആരുമില്ല, ചെയറാണ്. ഏക്കാൻ്റെ അടുത്ത് അവിടെ വന്നു നോക്കിയാൽ പുള്ളി ഈ കേരള ശബ്ദം ഇരിപ്പുണ്ട്. ജോറി പറഞ്ഞു കാണാം ഇതൊക്കെ. ഞാൻ ചേട്ടാ പറഞ്ഞു തന്നു വേണ്ടായിരുന്നു. ഞാൻ സത്യമാണ് പറഞ്ഞിരിക്കുന്നത്, സത്യം എല്ലായ്പ്പോഴും പറയണമെന്നില്ല. അത് വലിയൊരു പാഠമാണ്. പക്ഷേ ആ പാഠം ഞാൻ ഉൾക്കൊണ്ടില്ലെന്നുള്ള എൻ്റെ തെറ്റ്. സത്യം പറയുക, സത്യമല്ലേ? അത് എന്നോട് പറഞ്ഞു, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാ സത്യവും എപ്പോഴും പറയണ്ട. പറയുന്നത് രാജ്യത്തിനോ വ്യക്തിക്കോ സ്വന്തമായോ ഗുണകരമാവില്ല എന്ന്. എത്ര വലിയൊരു ഉപദേശം ഏക്കാൻ ഞാൻ തന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. സത്യം അന്ന് അദ്ദേഹം പറഞ്ഞ ഉപദേശം കേട്ടിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ല. പക്ഷെ വേറെ കാര്യമാണ്, പക്ഷെ എനിക്കിങ്ങനെ ആകാൻ കഴിയും. പിന്നെ ഞാൻ അതാ. പക്ഷേ ഈ എല്ലാം ഒന്നും പുറത്ത് പറയണ്ട എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഗുണം കിട്ടുന്നില്ല. പബ്ലിക് ഗുണം കിട്ടുകയും കൊള്ളാം, ഗുണം കിട്ടുന്നില്ല, ഇങ്ങനെ പോവല്ലേ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അവരും ഒന്നിച്ച് പ്രവൃത്തി പഥത്തിൽ വരാൻ കഴിയില്ല അവർക്ക്. അപ്പം നമുക്ക് അത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണെന്ന് എൻ്റെ ഇപ്പോഴത്തെ. നിങ്ങളുടെ പിള്ളേർ കൊച്ചു യൂത്തിനോട് എന്നാ പറയാനാണ്? ഞാൻ നിങ്ങളുടെ എന്നാ ഒരു സിനിമയുടെ ഇറങ്ങില്ല എന്നെ പ്രേമോ ആ പ്രേമം സിനിമ പ്രൊഡ്യൂസ് ചെയ്തവനെയും ഡയറക്ടറെ കിട്ടി ഞാൻ അടിച്ചെല്ലും. നിങ്ങളുടെ സിനിമ അങ്ങനെ പറയും. ഒരിക്കലും ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. മകളെ തെറ്റിദ്ധരിക്കുന്നു, എനിക്കറിയാം. എനിക്ക് വിഷമം തോന്നുന്നു, എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് അതേ നാഴിക മനം ഒരിക്കലും ഒരു കുട്ടി ഒരു അധ്യാപികയെ പ്രേമിക്കാൻ പാടില്ല. മനസ്സിലായോ? അത് കൊടുത്ത മെസ്സേജ് എത്ര വലിയ സംഘർഷം ഉണ്ടാക്കിയെന്നറിയോ? ഒരെണ്ണം കേട്ടോ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ പള്ളിയുടെ പേര് പറയും, ഒരു പള്ളിയിൽ ഒരു കല്യാണം നടക്കുക. കല്യാണം പ്രേമം സിനിമയിൽ ഈ കറുത്തുടുപ്പും വലിയ കൂളി ഗ്ലാസും ഇത് വെച്ച് 4 പേരിങ്ങനെ അതിന് ബഹളമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഇവന്മാർ ഈ സിനിമയാണ്. ചെറുക്കൻ്റെ വീട്ടുകാർ അവിടെ ഇരിക്കുന്ന, പെണ്ണിൻ്റെ വീട്ടുകാരും ഉണ്ട്. ഏതായാലും ചെറുക്കൻ്റെ വീട്ടുകാരും ഇടവക്കാരുമല്ലേ മുഴുവൻ. അവരെ ചോദ്യം ചെയ്തു. ഈ കണ്ണാടി വെച്ച പെണ്ണിൻ്റെ വീട്ടുകാരനെ അടിച്ചു. കൂട്ടയടിയുണ്ടായി. കല്യാണം കൂട്ടയടിയുണ്ടായിന്ന് മാത്രമല്ല, പെണ്ണിൻ്റെ വീട്ടിലെ പെണ്ണിൻ്റെ അപ്പന് മൂക്കിൻ്റെ ഇവിടെ തന്നെ പൊട്ടി 6 കുത്തിക്കെട്ടു. സാരമില്ല, ചെറുക്കൻ്റെ അപ്പനും കൊണ്ട് 3 കുത്തിക്കെട്ടു. 5 പേർ ആശുപത്രിയിൽ പോയി. ടോട്ടൽ അടി കടന്നു. ചെറുക്കനും പെണ്ണും അല്ലാതെ ആ പള്ളിയിൽ കല്യാണത്തെ പങ്കെടുത്ത് മുഴുവൻ പേർക്കിട്ട് അടിക്കും. എന്നാലോചിച്ച് അവസാനം പോലീസ് എന്നാണ് ആ അടി അവസാനിപ്പിച്ചത്. പെണ്ണിന് വീട്ടിലോട്ട് ചെറുക്കന് പോകാൻ വരാം. അപ്പം നോക്കിയിരിക്കുക ഇതിനെ കിട്ടാൻ. പെണ്ണ് ദൈവാനുഗ്രഹം കൊണ്ട് ചെറുക്കൻ്റെ വീട്ടിലാണ് ഇപ്പോഴും ചെറുക്കൻ്റെ പെണ്ണ് വീട്ടുകാരന് യോജിപ്പായിട്ടില്ല. കഴിഞ്ഞ 1.5 ആഴ്ചയാണ് നടന്നിട്ട്. ഇത് ഒറ്റ കൈ സിനിമയാണ്. അടുത്ത് കേട്ടോ, നമ്മുടെ ഇപ്പോഴത്തെ കോളേജിലുണ്ടാകുന്ന സംഘർഷം മുഴുവൻ ഈ സിനിമയാണ്. സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണം സിനിമ ഉണ്ടാക്കുന്നത്. നല്ല മെസ്സേജ് കൊടുക്കണം. ഇതുപോലെ വൃത്തികെട്ട മെസ്സേജ് കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ മോളെ? അതുകൊണ്ട് പ്രേമ സിനിമയോട് എനിക്ക് ഇഷ്ടമില്ല. ഇതേപോലെ വെട്ടി തുറന്ന് പറയുമ്പോൾ സാറിന് അതിന്റെ ഭവിഷ്യത്തുകളോട് പേടിയില്ല. എന്ത് ചെയ്യാൻ? എൻ്റെ വീട്ടിലെ കഞ്ഞിക്ക് ഇവരറിയാം ഔദാര്യം വേണ്ട, ഞാൻ കഞ്ഞി കുടിച്ച് പോകണം. എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനത്തെ പറ്റി ഒരു ഇത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ വളരെ മണിയടിക്കും. എനിക്കത് സൗകര്യമില്ല, വേണ്ട സാധനം വേണ്ട. അതുകൊണ്ടാണ് എനിക്കിത് വേണം എന്നാഗ്രഹം തോന്നിയാൽ പറയാൻ പറ്റില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. ഈ MLA സ്ഥാനം തന്നെ ഞാൻ കൊണ്ടു നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സേ കിട്ടണമെങ്കിൽ MLA ആവണം. ഇല്ലെങ്കിൽ ഇതും വേണമെന്ന് വെച്ചാൽ സത്യം. ഇത് ജീവിതമാർഗമല്ലല്ലോ MLA പണി. അതുകൊണ്ട് നമ്മളത് ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാം. ചേച്ചിക്ക് ഇഷ്ടമാണോ സാറിന്റെ രാഷ്ട്രീയം? പക്ഷേ എനിക്ക് സൈഡാണ് ടോട്ടൽ.
പക്ഷെ ഈ നിർത്താൻ പാടില്ലെന്ന് ചോദിക്കാം ഇടയ്ക്ക് ബിസി ആവുന്നോണ്ടാണോ? അല്ല, ഈ സ്ഥിരവും സംഘർഷവും ബഹളവും അതെ, വെറുതെ. അത് എന്നെ എന്ന് കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നതാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് നമ്മളെയൊക്കെ നേരിട്ടങ്ങ് പോവല്ലോ, നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ അതിൻ്റെതായ എതിർപ്പൊക്കെ ഉണ്ടാവും. അതാ എതിർപ്പുകൾ വരുമ്പോ ചേച്ചിക്ക് ഒരു വെപ്രാളം മനസ്സിനകത്ത്. ഇല്ല, ഞാൻ ആരെയും ഉദ്ധരിക്കാൻ പോകാറില്ല. പക്ഷെ അത് കാര്യമാണ്, ഒരു ഇഷ്യൂസിൽ ഞാൻ കേട്ടോ, ഈരാറ്റുപേട്ട ഗവൺമെൻറ് മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസ് കോഴ്സിൽ 1 മണിക്കൂർ മിച്ചം ഞാൻ പങ്കെടുത്തു. ഈ കോഴ്സിൽ പങ്കെടുത്താണ്. അപ്പോൾ പിള്ളേർക്ക് ഇൻട്രാക്ഷനാണ്, പിള്ളേർ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ചോദ്യം വന്നു, ഞാൻ കഴിഞ്ഞു, നിങ്ങൾ ഇത്രയും ചോദിച്ചല്ലോ മക്കളെ, ഒറ്റ ക്വസ്റ്റ്യൻ പോകാൻ. യെസ്, എല്ലാവരും റെഡി, സമ്മതിച്ചു. നിങ്ങൾ യുവതികൾ, നിങ്ങൾ ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതെന്ന് ചോദിച്ചു. എല്ലാവരും കൂടെ അലറി ഉത്തരം പറഞ്ഞു. ഞാൻ കേട്ടില്ല. ഒരു കൊച്ചേറ്റ് തന്നു. ഞാൻ ചെന്താ മോളെ, ഞങ്ങളുടെ കുടുംബജീവിതം പ്രശ്നമാകാൻ പോകുന്നു അവൾ പറഞ്ഞു. കറക്റ്റാണ്. ഞാൻ അപ്പോൾ പോക്കറ്റിൽ 100 രൂപ എടുത്ത് ആ കൊച്ചിനോട് സമ്മാനം. അപ്പോൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾ പറഞ്ഞ് പറ്റിയല്ല, ഞങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞു. ഓ, എല്ലാവരും ഇതാ പറഞ്ഞത്. ഞാൻ ഈ വീട്ടിലിരിക്കുമ്പോൾ പല ആളുകളും പരാതിയായിട്ട് വരുമ്പോൾ അതിന് പരിഹാരം എതിർകക്ഷിയെ വിളിച്ച് തീർക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് വരുന്ന ഡൈവോഴ്സ് കേസ് മുഴുവൻ ഇതാണ്. എന്താ കാര്യം എന്നറിയാമോ? പെണ്ണ് ഹൈലി ക്വാളിഫൈഡാണ്, ചെറുക്കൻ ക്വാളിഫൈഡ് അല്ല. അവൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് വരുന്നത് എന്താണെന്നറിയാമോ? പെണ്ണിനെ, സുന്ദരിയും ആരോഗ്യമായ പെണ്ണിനെ അവൻ ഇടിച്ച് പദമാക്കുകയാണ്. എത്ര കേസ് എൻ്റെ അടുത്ത് വന്നു. കാരണം എന്താണെന്നറിയാമോ? പിള്ളേർ ഇപ്പോൾ PC ടെസ്റ്റ് നോക്കിക്കോളും, സെക്രട്ടേറിയറ്റ് ടെസ്റ്റ് നോക്കിക്കോളും. പെൺകുഞ്ഞുങ്ങൾ വളരെ മുന്നേ വരും, ആൺപിള്ളേർ പുറകില്ല. കോട്ടയം മെഡിക്കൽ എൻട്രൻസ് എക്സാം വഴി അഡ്മിഷൻ MBBS വരുന്ന പിള്ളേരാരാ? 70% പെൺകുട്ടികൾ, 30% പുരുഷന്മാർ, ആൺപിള്ളേരുണ്ട്. അപ്പോൾ MBBS ആര് കെട്ടിക്കും? ആര് കെട്ടും? അപ്പോൾ ചോട്ടുകാരൻ കെട്ടണ ഗതിയാണ്. അതാണ് പ്രശ്നം. അതാ ഇനി അടുത്ത യൂത്ത് അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നേടാൻ പോകുന്ന പ്രശ്നം ഇത് തന്നെ, കുടുംബജീവിതം. സർ, ഇപ്പൊ ഈ വെട്ടി തുറന്നൊക്കെ സംസാരിക്കും, ചേച്ചിക്ക് ഭയങ്കര പേടിയാന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് സെൽഫ് രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും സർക്കാർ സെൽഫ് പ്രൊട്ടക്ഷൻ അതിപ്പോ ഉള്ളതല്ലേ മേഡം? പണ്ട് പോലുണ്ട്. എൻ്റെ ഈ റിവോൾവറുണ്ട്, അതിൽ പിസ്റ്റളുണ്ട്, ലൈസൻസ് പിസ്റ്റൾ. ഓ, അത് ശരി. അപ്പൊ അത് എപ്പോഴും കരുതുവോ? ഇപ്പോൾ വണ്ടിക്കകത്തിട്ടുണ്ട്. എന്റെ ദൈവം തമ്പുരാനെ, ഇപ്പോൾ വണ്ടിക്കകത്തുണ്ട്. അതുപോലെ വീട്ടിൽ 12 ബോർ ഉപയോഗിക്കാം. 12 ബോറും ഉണ്ട്. വീടിനകത്ത് 12 ബോർ വെച്ചിട്ടുണ്ട്. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അവിടെ ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും തന്നെ പിസ്റ്റലുണ്ടാവും. പിസ്റ്റൽ ഇപ്പോൾ വണ്ടിക്കകത്തുണ്ട്. അപ്പൊ നമ്മളൊക്കെ വർത്താനം പറയുമ്പോൾ ഒന്നും വേണ്ട, കുഴപ്പമില്ല. കേട്ടപ്പോ ഒരു പേടി. എന്നെ ആക്രമിക്കാൻ വരുന്നവരെ ആക്രമിക്കാതെ ഞങ്ങളെ പോലത്തെ ആൾക്കാർ ഒരിക്കലും ആക്രമിക്കില്ല. കാരണം നല്ല മനസ്സോടുകൂടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞില്ല, എന്നെ ഒന്നുമില്ല, ഒരു കാരണവശാലും ആരും ഉദ്ധരിക്കാനില്ല. പിന്നെ നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷൻ ഇങ്ങനെ പണ്ട് 80 MLA ആയപ്പോൾ എന്നെ പെരുങ്കുളത്ത് വെച്ചെനിക്കൊരു മോശം സംഭവം ഉണ്ടായി. രാത്രി ഞാൻ ഒറ്റയ്ക്ക് ജീപ്പ് ഓടിച്ച് വരുമ്പോൾ എന്നെ ആക്രമിക്കാൻ, തടിയിട്ട് വണ്ടി തടയാനും ആക്രമിക്കാനും ആൾ കാത്തിരുന്നു. ഞാൻ പിന്നെ വഴി മാറിപ്പോകേണ്ടി വന്നു. അത് വേറെ പ്രത്യേക സാധ്യത, ഡീറ്റെയിൽസ് കിടക്കുന്നില്ല. അന്ന് മുതൽ ഞാനിങ്ങനെ പിസ്റ്റൾ ഓടും. ഞാൻ ഇനി വഴി മാറിപ്പോകാനാ. അന്ന് ഈ പിസ്റ്റൾ ഉണ്ടെങ്കിൽ ഞാൻ നേരെ വരുവുള്ളൂ. തടി ഇടുന്നവൻ ഓടുമായിരുന്നു. അത്ര ഉണ്ട്. അതാണ് സംഭവം.